പ്രത്യേകതരം രാഷ്ട്രീയ വിമർശനം ഇടതുപക്ഷ നേതാക്കൾ തുടരാണ്. മനസ്സിലായില്ല? ഹൈ, വ്യക്തി അധിക്ഷേപം നടത്തുന്നതാണല്ലോ ഇപ്പൊ അവരുടെ ഒരു രീതി. അധിക്ഷേപം നടത്താൻ ഓരോ ദിവസവും ഓരോരുത്തരും മത്സരിക്കാണ്. ഇത്തവണ മത്സരത്തിൽ ഒന്നാമതെത്തിയത് നമ്മുടെ PV അൻവർ MLA ആണ്. സുഹൃത്തുക്കളെ, വ്യക്തി അധിക്ഷേപം നടത്താൻ അടുത്തതായി രംഗത്തെത്തുന്നു സാക്ഷാൽ PV അൻവർ. ഇത്തവണ അധിക്ഷേപം കുറച്ച് കടുക്കും മക്കളെ. രാഹുൽ ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ തന്നെ സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു 4-കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത്. രാഹുൽ ഗാന്ധിനെ രാഹുൽ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ, രാഹുൽ ഗാന്ധി എന്ന് വിളിക്കാൻ പറ്റില്ല അത്രേ. PV അൻവർ മാത്രല്ല അങ്ങനെ പറയണതെന്നാണ് മൂപ്പര് പറയണത്. അതെ, PV അൻവർ മാത്രല്ല, ഇതേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കണ കുറെ പേരുണ്ടാവല്ലോ നമ്മുടെ വിപ്ലവ ടീമില്. അവരുടെയും അഭിപ്രായം തന്നെയാണ് ഇത്രേ. നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്റെ മോനെ, വികസനവും വിദ്യാഭ്യാസവും ഒക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇടതുപക്ഷത്തിന്റെ MLA പറയാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന്. ഒരാളെ അധിക്ഷേപിക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം അധിക്ഷേപിക്കണം. എന്നിട്ട് ഇതുപോലെ പൊതുപരിപാടിയിൽ വായി തോന്നിയതൊക്കെ പ്രസംഗിക്കണം. മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ 2 പോസ്റ്റ് ഇടണം. അതൊക്കെയാണ് ഞങ്ങളുടെ PV അൻവറിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. ഇതൊക്കെ എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണാവോ? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ, ഇപ്പൊ നമ്മൾ വിചാരിക്കും രാഹുൽ ഗാന്ധിനെ മാത്രമായിരിക്കും നമ്മുടെ അൻവറേട്ടൻ അധിക്ഷേപിച്ചതെന്ന്. നെഹി, അൻവറേട്ടന്റെ കണ്ണിൽ എല്ലാവരും സമന്മാരാണ്. എല്ലാവർക്കും എതിരെ അധിക്ഷേപങ്ങളുണ്ട്. ധൃതി കാട്ടാതെ വെയിറ്റ് ചെയ്യൂ, എല്ലാം വഴിയെ പറഞ്ഞുതരാം. ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന 7-ാം കൂലിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ഛിന്ന ഭിന്നമാക്കി. അപ്പൊ KC വേണുഗോപാലിനെതിരെ PV അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നു. പക്ഷെ PV അൻവറിന്റെ ഒരു വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഇതൊന്നും അധിക്ഷേപങ്ങളല്ല, അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗുകളാണ്. സ്വയം ഹീറോ ആണെന്ന് വിചാരിച്ചിട്ട് പറയുന്ന അൻവറേട്ടന്റെ സ്വന്തം മാസ് ഡയലോഗ്സ്. ഒരു കണ്ടക്ടറോട് ബാക്കി ചോദിച്ചാൽ ചില്ലറ കിട്ടും എന്ന് കരുതി ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമില്ല. പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. തീപ്പട്ടിക്കൊള്ളി ഉരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാൽ മെഴുകുതിരി ഉരച്ചാൽ തീപ്പട്ടി കത്തില്ല. ചിലപ്പോ PV അൻവർ ഇതൊന്നും മനഃപൂർവ്വം പറഞ്ഞതായിരിക്കില്ല. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞത് ആക്ഷേപിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യല്ലേ. അത് ആവേശം മൂത്ത് പ്രസംഗിച്ചപ്പോ അറിയാണ്ട് പറഞ്ഞു പോയതായിരിക്കും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ മനഃപൂർവ്വം അങ്ങനെ പറയില്ലല്ലോ. അറിയാതെ പറഞ്ഞതാണെങ്കിൽ ക്ഷമിക്കുന്നതാണല്ലോ നല്ലത്. അനാവശ്യ കാര്യത്തിന് വെറുതെ വിവാദം ഉണ്ടാക്കണ്ടല്ലോ. അറിയാതെ പറഞ്ഞത് പോയതായിരിക്കും അല്ലേ അൻവറേട്ടാ? അല്ല, ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശനം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം പറഞ്ഞു തന്നെയാണല്ലേ? അതാണ് PV അൻവർ. നിലപാട് ചിങ്കല്ലേ. പറഞ്ഞത് എത്ര മോശം കാര്യമാണെങ്കിലും പിന്നെയും പിന്നെയും അതന്നെ പറയും. എല്ലാരും ഞങ്ങളുടെ അൻവറേട്ടന്റെ വാക്കുകൾ ആലോചിച്ച് പേടിച്ച് വിറച്ചു നിൽക്കണം. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. ഇന്നും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നു. ഇതിനിടയിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അല്ല, രാഹുൽ ഗാന്ധി എന്നല്ല, അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും അയാൾക്കില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നാട്ടുകാരുടെ കിളി പോയി നിൽക്കാണ്. ഇവിടെ കോൺഗ്രസും LDF-ഉം ശകട, അങ്ങ് ദേശീയ തലത്തിലും മച്ച. അവിടെ പിണറായി വിജയന്റെ കൈകോർത്ത് മോദി സർക്കാരിനെതിരെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി. ഇവിടെ പിണറായി വിജയനെ എന്തിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ആശങ്കപ്പെടുന്ന രാഹുൽ ഗാന്ധി. വാട്ട് ഈസ് ദിസ്? ഒന്നുമേ പുരിയില്ലേ?
അല്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയതും അതേ നിലപാടിൽ എന്നെ മൂപ്പര് ഉറച്ചു നിന്നതും വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഈ പടിക്കല് വന്ന് നിൽക്കുമ്പോൾ ഇവർക്കൊക്കെ ഇത് എന്തിന്റെ കേടാണാവോ? പിണറായി വിജയനാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാൻ തന്റെ അണികൾക്ക് ലൈസൻസ് കൊടുത്തത്, രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തും പറഞ്ഞോളൂന്നുള്ള ലൈസൻസ് കൊടുത്തത് പിണറായി വിജയനാണ്. ഇതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായത് ഇത്തരം ആളുകൾ എന്നുള്ളതാണ് എന്റെ സംശയം. എവിടെ മുഖ്യമന്ത്രി? എവിടെ മറുപടി പറയും? പിള്ളേരെന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്നവരാണല്ലോ അത് തിരുത്തുക. മുഖ്യമന്ത്രി PV അൻവറിന്റെ പരാമർശം തള്ളുമായിരിക്കും അല്ലേ? പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധി പറഞ്ഞതിനുള്ളതാണ് അൻവറിന്റെ അടുത്തുനിന്ന് കിട്ടിയെന്ന് മുഖ്യമന്ത്രി. ഇതിനൊക്കെ എന്നിട്ട് പറയേ? ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. PV അൻവറിന്റെ അധിക്ഷേപ പരാമർശത്തിന് അപ്പോ മുഖ്യമന്ത്രി തള്ളിയില്ല. ഇതേ വിഷയം ഏതെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റണത് അതിൽ നിന്ന് എങ്ങനെ നൈസായി ഒഴിവാവാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നേതാക്കൾക്കൊക്കെ എന്തെല്ലാം കഴിവുകളാണല്ലേ. ഞാനത് കേട്ടിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളോട് ഞാൻ ബഹുമാനപൂർവ്വം പറയുകയാണ്, ഞാൻ കേൾക്കാത്ത കാര്യത്തിനെ കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കരുത്. അല്ല നേതാവേ, മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് കിട്ടാനുള്ളത് കിട്ടിയതാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പിന്നെ എന്നോട് തീരും ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ എന്റെ മേലെ പറയും ഇല്ല. അത് കറക്റ്റ്. നമ്മുടെ കോംറേഡ്സ് ഒക്കെ അങ്ങനെയാണ്. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. ഓംബ്ര എന്ന് പറഞ്ഞിട്ട് അനുസരിച്ച് നിന്നോണം. അങ്ങനെ എല്ലാവരും നിൽക്കുന്ന കരുതിയെങ്കിൽ തെറ്റി. ഇടതുപക്ഷത്ത് നിന്ന് വേറിട്ടൊരു ശബ്ദം. അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ പരസ്പരം ബഹുമാനത്തോടു കൂടി വേണം വർത്താനം പറയാൻ. ഞാനതാ പറഞ്ഞത്, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിമർശനങ്ങളെ പാടുള്ളൂ. നമ്മൾ ആൾക്കാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും പാടില്ല. കാര്യം വെച്ചാൽ പേരിന്റെ കൂടെ ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു ആവശ്യമില്ലാത്ത ഇന്റർപ്രിട്ടേഷൻ വരും. എന്റെ വിമർശനം പൊളിറ്റിക്സ് ആണ്. അതാ അത്തരത്തിലുള്ള വിമർശനങ്ങളല്ലാതെ പേരിന്റെ കൂടെ വന്ന ഗാന്ധി പേര്, മഹാത്മാഗാന്ധി എന്ന പേരും ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ ഫിറോസ് ഗാന്ധിയിൽ നിന്നാണല്ലോ വരുന്ന പേര്. അപ്പൊ അവരൊക്കെ വലിയ ആ മഹത്വം സൂക്ഷിച്ചിരുന്നവരാണ്. എന്തെല്ലാം പറഞ്ഞാലും ആ മഹത്വത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. ഇദ്ദേഹത്തിന്റെ വർത്തമാനം വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നിയേക്കാം, പക്ഷെ തോന്നുന്നതെല്ലാം വിളിച്ചു പറയാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു എഫക്റ്റ് ഇട്ടാ ഒഴിവാക്കിക്കളന്നല്ലേ. വർഗീയ പരാമർശം നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണിയിൽ ഒപ്പം നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ തനി സ്വരൂപം പുറത്തെടുത്ത് മുഖ്യമന്ത്രിയെ ED എന്തേ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി അധിക്ഷേപ പരാമർശം നടത്തിയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നവരെ കൊട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന മുഖ്യമന്ത്രി. ആഹാ, കൊട്ടിക്കലാശ് എന്തായാലും ഉഷാറായിട്ടുണ്ട്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.